പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും നടി മേനകയുടെയും മകളായ കീർത്തി സുരേഷ് മലയാള സിനിമയിൽ ബാലതാരമായിട്ടാണ് തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചത്. പിന്നീട് ഫാഷൻ ഡിസൈനിങ്ങിൽ ബിരുദം നേടിയ ശേഷം പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗീതാഞ്ജലി എന്ന ചിത്രത്തിലൂടെ നായികയായി തിരിച്ചെത്തി. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്കു ഭാഷകളിലും സജീവമായ കീർത്തി മഹാനടി എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടി. അടുത്തിടെ വ്യവസായിയായ ആന്റണി തട്ടിലുമായി വിവാഹിതയായ താരം ഹിന്ദിയിലും അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. എന്നാൽ ഇടയ്ക്കൊക്കെ വിവാദങ്ങളിലും നടിയും സുരേഷ് കുമാറും പെടാറുണ്ട്. അടുത്ത കാലത്ത് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ നടത്തിയ പ്രസ്താവനകൾ വലിയ തോതിൽ ചർച്ചയായതാണ്. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് സുരേഷ് കുമാർ പറയുന്നത്. വലിയ ബജറ്റിൽ വരുന്ന മലയാള സിനിമകൾ പരാജയപ്പെടുന്ന സാഹചര്യമാണെന്ന് ജി സുരേഷ് കുമാർ പറയുന്നു. നിർമ്മാതാക്കൾ നേരിടുന്ന പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് ജി സുരേഷ് കുമാർ സംസാരിക്കുന്നത്. സുരേഷ് കുമാറിന്റെ പ്രസ്താവനയെ അനുകൂലിക്കുന്നവർ ഒരുപാടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ അനുകൂലിക്കാത്തവരും ഉണ്ട്. മകൾ കീർത്തി സുരേഷ് പ്രതിഫലം കുറയ്ക്കാൻ തയ്യാറാണോ എന്നാണ് സുരേഷ് കുമാറിനെ എതിർക്കുന്നവരുടെ പ്രധാന ചോദ്യം. ഇതേക്കുറിച്ച് പ്രതികരിക്കുകയാണ് ഇപ്പോൾ സുരേഷ് കുമാർ. ഇവിടെ വന്നിട്ട് മകൾ എത്ര വാങ്ങുമെന്ന് കൃത്യമായി എനിക്ക് പറയാൻ സാധിക്കും. ഇവിടെ പെൺകുട്ടികൾക്ക് കിട്ടുന്ന പ്രതിഫലം വളരെ കുറവാണ്. എല്ലാവർക്കും ഒരുപോലെ പ്രതിഫലം കൊടുക്കാൻ സാധിക്കില്ല. നായകനും നായികയും തമ്മിൽ പ്രതിഫലത്തിൽ വലിയ അന്തരമുണ്ട്. എന്റെ ഭാര്യ അഭിനയിച്ചിരുന്നപ്പോഴും ഹീറോയേക്കാൾ കുറവാണ് ലഭിച്ചത്. അതേസമയം നയൻതാരയൊക്കെ ഇപ്പോൾ സൂപ്പർ സ്റ്റാറായി നിൽക്കുന്നു. അവർ വാങ്ങുന്നതിലും കുറവാണ് ചിലപ്പോൾ ഹീറോ വാങ്ങുന്നത്. തിരിച്ചും മറിച്ചുമൊക്കെ വരുന്നുണ്ട്. ഓരോരുത്തരുടെ സ്റ്റാർഡം അനുസരിച്ചിരിക്കും എല്ലാവർക്കും ഒരുപോലെ പ്രതിഫലം കൊടുക്കുക എന്നത് നടക്കാത്ത കാര്യമാണ്. ഐശ്വര്യ റായിയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഫലമാണ് വാങ്ങിച്ചിരുന്നത്. സൗത്തിൽ അഭിനയിക്കുമ്പോൾ ഇവിടെയുള്ളവരെക്കാൾ പ്രതിഫലം ചിലപ്പോൾ വാങ്ങാറുണ്ടാകും. അതൊക്കെ സ്വാഭാവികമായി നടക്കുന്നതാണ്. മാർക്കറ്റ് അനുസരിച്ചപ്പോൾ മാറും. കുറെ കാലം കഴിയുമ്പോൾ അവരുടെ മാർക്കറ്റ് ഇടിഞ്ഞാൽ വളരെ താഴെയുള്ള പ്രതിഫലമായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇതിപ്പോൾ പലവിധ ചർച്ചകൾക്കും കാരണമായിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു നിലപാടിനെ അനുകൂലിക്കുന്നവരും അതുപോലെ തന്നെ എതിർക്കുന്നവരും ഒരുപാടുണ്ട്.